പ്രൈസ് ദി ലോർഡ്. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ അനേക അത്ഭുതങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. എന്നാൽ അതിൻ്റെ അല്പമായ ഭാഗങ്ങൾ യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കേണ്ടതിനുള്ള കാര്യങ്ങൾ മാത്രമാണ് തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായം അതിൻ്റെ 25 വാക്യം ഇങ്ങനെ വായിക്കുന്നു: യേശു ചെയ്തത് മറ്റു പലതുമുണ്ട്. അത് ഓരോന്നായി എഴുതിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. യേശുവിൻ്റെ കൂടെ തൻ്റെ ശിഷ്യനായി മാറുടത്തിൽ ചാരി എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുകയാണ്: യേശു ചെയ്ത ഓരോ അത്ഭുത പ്രവൃത്തികളും എഴുതിയാൽ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെയും ഒതുങ്ങുകയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. ആ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 20 അധ്യായം അതിന് 30 ഇങ്ങനെ വായിക്കുന്നു: ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ മറ്റനേകം അടയാളങ്ങളും യേശു തൻ്റെ ശിഷ്യന്മാർ കാണുക ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ഒരു വ്യക്തി യേശുവിൽ വിശ്വസിക്കുവാനും വിശ്വസിച്ചിട്ട് നിത്യജീവൻ പ്രാപിക്കുവാനും മാത്രമുള്ള കാര്യങ്ങൾ മാത്രം തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു. യേശുവിൻ്റെ അനേക അത്ഭുത പ്രവൃത്തികൾ ശിഷ്യന്മാർ കാണുവാനിടയായി തീർന്നു. എന്താണ് യേശു ദൈവപുത്രൻ എന്നുള്ള പ്രസ്താവന കൊണ്ട് അർത്ഥമാക്കുന്നത്? ആദാം ദൈവത്തിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാനിടയായി തീർന്നു. അതെ, ദൈവത്തിൻ്റെ മകനായി തന്നെയാണ് ആദമിനെ സൃഷ്ടിച്ചത്. ദൈവമാണ് ആദമിൻ്റെ സൃഷ്ടിതാവ്. എന്നാൽ പാപത്തിൻ്റെ ചതി നിമിത്തം വീഴ്ച സംഭവിച്ച ആദാം ഈ ലോകത്തിലെ പല കാര്യങ്ങൾക്കും ഒരു അടിമപ്പെട്ട അനുഭവങ്ങളിലേക്ക് ദൈവിക തേജസ് നഷ്ടപ്പെട്ടവനായി തീരുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ എന്ന് നിലനിൽക്കുവാൻ്റെ കോണം ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യൻ അങ്ങനെ പാപത്തിലേക്ക് വീണു പോകും ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് തിരുവെഴുത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ലോകസ്ഥാപനത്തിന് മുമ്പേ അറുക്കപ്പെട്ട ദൈവകുഞ്ഞാട്. അതെ, ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് ഇറങ്ങി വന്ന് നാം അനുഭവിക്കുന്ന എല്ലാ ക്ലേശങ്ങളും അനുഭവിച്ച് നമുക്ക് സമാനമായി ജീവിച്ച് പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ട യേശു, ഒരു പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം, അതിൻ്റെ സ്നേഹം, അതിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവം നമുക്ക് വേണ്ടി മനുഷ്യപുത്രനായി ഇറങ്ങി വന്നു മരിക്കുവാനിടയായി തീർന്നു. പാപത്തിന് ഇനിമേൽ മറ്റൊരു പ്രായശ്ചിത്വം ആവശ്യമില്ല. യേശുവിലേക്ക് നോക്കുന്നവൻ, യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ രക്ഷയെ പ്രാപിക്കാമെന്നുള്ള വാഗ്ദത്തം നമുക്ക് വേണ്ടി നൽകുവാനിടയായി തീർന്നു. അതെ, പാപനിമിത്തം ദൈവത്തിൽ നിന്ന് അകന്നു മാറിയ മനുഷ്യന് ദൈവത്തെങ്കിലേക്കുള്ള വഴി തുറക്കുവാൻ ദൈവം തന്നെ മനുഷ്യപുത്രനായി ഇറങ്ങി വന്നു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെടുവാനിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന സ്നേഹിത, അതെ, ഈ ദൈവപുത്രൻ നമുക്ക് വേണ്ടി എന്നേക്ക് നിലനിൽക്കുകയാണ്. നിങ്ങളെ മനസ്സിലാക്കുവാൻ, നിങ്ങളുടെ പ്രയാസങ്ങൾ, നിങ്ങളുടെ പ്രതിസന്ധികൾ, നിങ്ങൾ കടന്നു പോകുന്ന വേദനകളെ മനസ്സിലാക്കുവാൻ, നിങ്ങളുടെ സാഹചര്യങ്ങളെ നന്നായിട്ട് അറിയാവുന്ന ദൈവം, അതെ, നിങ്ങളെ സ്നേഹിപ്പാൻ, കരുതുവാൻ, എല്ലാവരും തള്ളിക്കളയുമ്പോൾ നിങ്ങളോട് ചേർന്ന് നിൽക്കുവാൻ, നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിപ്പാൻ നിങ്ങൾക്ക് സഹായകനായി, നിങ്ങൾക്ക് രക്ഷകനായി, പരിപാലകനായി, എന്നേക്കും രാജാവായി നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന്, അതെ, ഈ ദൈവപുത്രൻ നമുക്ക് വേണ്ടി നിൽക്കുകയാണ്. യേശു ദൈവത്തിൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുമ്പോൾ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മകൻ, മകൾ എന്നുള്ള ആ പദവിയിലേക്ക് മടങ്ങി വരുവാൻ്റെ കാരണം അതിനുവേണ്ടിയാണ്, അതെ, അതിനുവേണ്ടി തന്നെയാണ് യേശു ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് വന്നത്. ദൈവം ഈ ലോകത്തിലേക്ക് മനുഷ്യനായിട്ട് വന്നത്. ദൈവത്തിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന പദവി എത്രയോ ശ്രേഷ്ഠമാണ്. ഒരു ഭവനത്തിലെ ഒരു കുഞ്ഞ് വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ പിന്താങ്ങി അതിനെയൊക്കെ മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ പക്വതയുടെ അനുഭവങ്ങളിലേക്ക് വരുവാനിടയായിത്തീരും. അപ്പോൾ ആ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള അനേക കാര്യങ്ങൾ ചിന്തിക്കുവാനിടയാകും. ഒരു ശിശുവായിരിക്കുമ്പോൾ ശൈശവത്വത്തിൻ്റെ ഒത്തിരി അറിവില്ലായ്മകളൊക്കെ കാണിക്കാറുണ്ട്. അപക്വമായ ഒത്തിരി സ്വഭാവ
രീതികൾ കടന്നു വരാം. എന്നാൽ മുതിർന്ന ശേഷം, പക്വത പ്രാപിച്ച ശേഷം, ആ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ തൻ്റെ പിതാവിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പോലെ ദൈവപുത്രൻ, ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ എന്നുള്ള പദവിയിലേക്ക് ദൈവം നമ്മെ ആക്കുമ്പോൾ ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുക എന്നാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പൂർണ്ണ വളർച്ച പ്രാപിച്ച ഒരു മകൻ ആ വീടിൻ്റെ നന്മകൾ ആഗ്രഹിക്കുന്ന പോലെ പിതാവിൻ്റെ കാര്യങ്ങൾ, ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് ബോധമുള്ളവനായി തീരുന്നത് പോലെ തന്നെ പിതാവിൻ്റെ ബിസിനസ്, ദൈവത്തിൻ്റെ കാര്യം നോക്കുവാൻ്റെ കാരണം അങ്ങനെ ഒരു പക്വമായ അനുഭവങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. അതെ, ദൈവത്തിൻ്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്ന പദവി ശ്രേഷ്ഠമാണ്. യേശുവിനെ കൈക്കൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം നൽകിയിരിക്കുന്നു. അതെ, ദൈവം തന്നെ ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി യാഗമായി തീർന്നിട്ട് ആ നാമത്തിൽ, യേശു എന്ന നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി തീരുവാനുള്ള അധികാരം, അതൊരധികാരമാണ്. അത് നാം ഒരിക്കലും മനസ്സിലാക്കരുതെന്നും തിരിച്ചറിയരുതെന്നും പിശാച് വളരെയധികം ആഗ്രഹിക്കുന്നു. എന്നാൽ ഈ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് വരുവാനിടയാകട്ടെ. ദൈവത്തിൻ്റെ മക്കളെങ്കിൽ അവകാശികളാണ്, ക്രിസ്തു യേശുവിൽ കൂട്ടവകാശികളാണ്. നമുക്ക് മാതൃകയായി ദൈവം തന്നെ ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. യേശു നമുക്ക് മാതൃകയായി തീരുവാനിടയായി തീർന്നു. നമുക്ക് നിത്യരക്ഷയുടെ കാരണമായി തീർന്ന യേശു നമുക്ക് വേണ്ടി വഴി തുറന്നു. ആകയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വലിയ പാപമാണെങ്കിലും, നിങ്ങളുടെ പാപം എത്ര കടിഞ്ചുവപ്പായിരുന്നാലും അതിനെ ഹിമം പോലെ, മഞ്ഞുപോലെ വെളുപ്പിപ്പാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും. അതിനുവേണ്ടിയാണ് യേശു മരിച്ചത്. പാപമില്ലാത്തവനായ യേശു മരിക്കുവാനിടയായി തീർന്നു നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കാം, നിങ്ങൾ ചെയ്ത പാപം, നിങ്ങൾ ചെയ്ത തെറ്റുകൾ ഇനി ആർക്കും ക്ഷമിക്കാൻ കഴിയത്തില്ല, നിങ്ങൾക്കിനി ഒരു തിരിച്ചുവരവില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകാം. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ആർക്കും ക്ഷമിക്കുവാൻ കഴിയാത്ത പാപവും ക്ഷമിക്കുവാൻ, അതിനെ കഴുകുവാൻ യേശുവിൻ്റെ രക്തത്തിന് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മുറിപ്പാടുകൾ ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങളുടേതായ തെറ്റായ തീരുമാനങ്ങൾ നിമിത്തമോ അല്ല, ജീവിതത്തിൽ കടന്നുകൂടിയ അനുഭവങ്ങൾ നിമിത്തം പാപത്തിൻ്റെ അനുഭവങ്ങളിലേക്ക് വീണ ഒത്തിരി മുറിവുകൾ, ഒത്തിരി വേദനകൾ, അപമാനത്തിൻ്റെ ഒത്തിരി ഭാരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ കാണാം. ഇനി ദൈവം ഒരിക്കലും ക്ഷമിക്കുകയില്ല എന്നൊക്കെ ചിന്തിക്കുന്ന അനുഭവങ്ങൾ കാണാം. എനിക്കിനി ഒരു അവസരമുണ്ടോ, എനിക്കൊരു മടങ്ങി വരവുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കാം. എന്നാൽ യഥാർത്ഥമായി, ഹൃദയംഗമായി ആ യേശുവിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തർക്കും വേണ്ടി ആ നിത്യതയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ്. ധൂർത്തുപുത്രൻ പിതാവിൻ്റെ ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ അപ്പൻ അവിടെ നോക്കി നിൽക്കുകയാണ്. ആ മകനെ ദൂരത്തുനിന്ന് വരുന്ന കണ്ടപ്പോൾ തന്നെ ഓടിച്ചെന്നവനെ കെട്ടിപ്പിടിച്ചു. അവനായിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അവനെ കെട്ടിപ്പിടിച്ചു. അവനെ ആ ഭവനത്തിൽ പണ്ടുണ്ടായിരുന്ന പദവിയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ തക്കമുള്ള കാര്യങ്ങളൊക്കെ അവിടെ പിതാവ് ക്രമീകരിക്കുവാൻ വേണ്ടി ആ ഭവനത്തിൽ ജോലി ചെയ്യുന്നവരോട് കൽപ്പിക്കുകയാണ്, തൻ്റെ കീഴുദ്യോഗസ്ഥരോട് കൽപ്പിക്കുകയാണ്. അതെ, ഇന്നും മടങ്ങി വരാൻ മനസ്സുകൊണ്ട് താല്പര്യമാണെങ്കിൽ പിതാവ് തൻ്റെ പുത്രൻ എന്ന നിലയിൽ, ദൈവപുത്രൻ, ദൈവത്തിൻ്റെ മകൾ എന്നുള്ള നിലയിലേക്ക് കൊണ്ടുവരുവാൻ, മടക്കി കൊണ്ടുവരുവാൻ സ്നേഹത്തോടെ നിൽക്കുന്ന ദൈവത്തെ, പിതാവിനെ കാണുവാനിടയാകട്ടെ. അതെ, പിതാവിൻ്റെ സ്നേഹം മാടി വിളിക്കുന്നു, മടങ്ങി വാ. മാറിടാത്ത യേശുനാഥൻ മാറ്റും നിൻ്റെ വേദന എന്നുള്ളൊരു പഴയ ഗാനം അതിൻ്റെ ഓർമ്മയിലേക്ക് വരികയാണ്. ഹല്ലേലൂയ. അതെ, ഈ സമയം നമുക്ക് വേണ്ടി ദൈവം നൽകിയിരിക്കുന്ന ഈ മനോഹര നിമിഷത്തിന് വേണ്ടി നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാനിടയാകട്ടെ. പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു: മാറിടാത്ത യേശുനാഥൻ മാറ്റും നിന്റെ വേദന, പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട, കടന്നുവാ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, അങ്ങയുടെ വലിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം. അങ്ങ് നിത്യപിതാവായി ഞങ്ങൾക്ക് വേണ്ടി ഉള്ളതിനാൽ സ്തോത്രം. ആരൊക്കെ ഞങ്ങളെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്തവനായി കൂടെ നിൽക്കുന്നവൻ അവിടുന്നാണല്ലോ. അവിടുത്തെ ആ സ്നേഹത്തിൻ്റെ കരത്തിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നുവെന്ന് അരുളി ചെയ്ത അവിടുത്തെ ശബ്ദം, അവിടുത്തെ ആ സ്നേഹം ഇന്ന്
ഈ വചനം ശ്രവിക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിലും അത് ക്രിയ ചെയ്യേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞുപോയി. ഇത് കേൾക്കുന്ന പലരുടെയും ജീവിതത്തിൽ ഒരു പുതുക്കത്തിൻ്റെ അനുഭവം ഉണ്ടാകുവാനിടയാകട്ടെ. ഒരു പുതിയ സന്തോഷം. കഴിഞ്ഞ നാളുകളിലെ പരാജയങ്ങളെ, തെറ്റുകളെ ഓർത്ത് ഭാരപ്പെട്ട് നിൽക്കുന്നതിനേക്കാൾ അപ്പുറമായി ദൈവത്തിനു വേണ്ടി ഫലം കായ്ക്കുന്ന ഒരു അനുഭവത്തിലേക്ക് കടന്നു വരുവാനിടയാകട്ടെ. യേശുവിനെ യഥാർത്ഥമായിട്ട് അറിയുവാൻ, യേശു ഒരുക്കിയ വഴിയെ തിരിച്ചറിയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ മകൻ, ദൈവത്തിൻ്റെ മകൾ എന്നുള്ള പദവിയിലേക്ക് മടങ്ങി വരുവാൻ, തന്നിമിത്തം ലഭിക്കുന്ന അധികാരത്തിൽ ഉറച്ചു നിൽക്കുവാൻ തക്കവണ്ണം പിതാവിന് വേണ്ടി ഫലം കായ്ക്കുന്നവരായി നിൽക്കുവാൻ എല്ലാവരെയും സഹായിച്ചാട്ട്. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാത്തിനും ഒരിക്കൽ കൂടി നന്ദി അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ഗോഡ് ബ്ലസ് യു.